ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 9-ാം തീയതിയാണ്, ഇലക്ഷൻ പോളിംഗ് ഡേ ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും കുടുംബസമേതം വോട്ട് ചെയ്യാനുള്ള തിരക്കിലായിരിക്കും. പക്ഷെ എന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കോമഡികൾ എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു കോമഡിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇറക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണും ആൻഡ് ഓൾമോസ്റ്റ് എല്ലാവരും ട്രോളൊന്നും റിയാക്റ്റും ചെയ്യുന്ന ഒരു വീഡിയോയും കൂടിയാണ്. നമ്മുടെ സ്വന്തം ശോഭേച്ചിന്റെ കലാവിരുതുകളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഈ ജനുവരി തേടുന്നതിന് മുമ്പ് തന്നെ ധനമന്ത്രി ആകാനുള്ള ഒരു പ്രാക്ടീസിലാണ് നമ്മുടെ ശോഭേച്ചി. എന്തായാലും ശോഭേച്ചി എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ചെയ്തു കൂട്ടുന്നത് നമുക്കൊന്ന് കാണാം അല്ലെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നീതു വി മോഹൻ ആൻഡ് വെൽക്കം ടു റോമൻ റിയാക്ട് വിത്ത് എൻടെക്സ് വിജയ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനുവരി തേടുന്നതിന് മുമ്പ് തന്നെ ധനമന്ത്രി ആകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ ശോഭേച്ചി. സത്യം പറയാലോ, പുള്ളിക്കാരിൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ കാശ് ഉള്ളതുകൊണ്ടാണല്ലോ ഈ പാവപ്പെട്ടവർക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ കാശ് ഇങ്ങനെ കൊടുത്തിട്ട് ഇത്ര കാശുണ്ട് ഒരു വോട്ട് എന്ന് പറയാനുള്ളത് തോന്നുന്നത് അല്ലേ. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ജനവിധി തേടേണ്ടത് അത് ജനങ്ങൾക്ക് തോന്നണം, ഇന്ന ആള് എനിക്ക് ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉപകാരം ഉണ്ടാകും എന്നുള്ളത്. അത് കാശ് കൊടുത്തിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വാങ്ങിക്കേണ്ട ഒരു സാധനമല്ല അല്ലെ. അപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ UDF ആയാലും LDF ആയാലും ബാക്കി പാർട്ടികളായാലും ഈ ഒരു കാര്യത്തെ നല്ല രീതിയിൽ എതിർക്കുന്നത്. എന്നാലും തലയ്ക്ക് ഒരു ഓളവും ഇല്ലാത്ത BJP-ക്കാർ ഇപ്പോഴും അത് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കയ്യോടെ പൊക്കിയിട്ടുണ്ട്. പക്ഷേ അവരത് വിട്ടറില്ല കേട്ടോ. അത് നിഴലാണെന്ന് പറയുന്നുണ്ട്, ആ സ്ത്രീ ആരാണെന്ന് അറിയില്ല, ഞാൻ കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ വില പോകില്ല. നിങ്ങൾ ഈ നോർത്തിൽ കാണിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് അവിടെ സാരി കൊടുത്തും അവിടെ പച്ചക്കറി കൊടുത്തിട്ടും അവിടെ പൈസ കൊടുത്തിട്ടും നിങ്ങൾ ഈ ആളെ വാങ്ങിക്കുന്ന സ്വഭാവം അത് ഈ കേരളത്തിൽ നടപ്പാകില്ല. കാരണം ഇത് വേറെ നാടാണ്. നിങ്ങൾ ഈ നോർത്തിൽ കാണുന്ന പോലത്തെ ജനങ്ങളോ നോർത്തിൽ കാണുന്ന പോലത്തെ ഒരു സംസ്ഥാനമോ അല്ല. കേരളം എന്ന് പറയുന്നത് ലിറ്ററസി കണക്കിൽ 100% ആണ്. അത് വെറുതെ കിട്ടുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന പോലെ ആളെ കണ്ടുപൊടിയിരുന്ന പോലത്തെ ഈ പൈസ കൊടുത്തിട്ടും സാരി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം കേട്ടോ. നമ്മുടെ ശോഭേച്ചിൻ്റെ കുറച്ച് തള്ളുകളുണ്ട്. ആ തള്ളുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇവരുടെയൊക്കെ തലയിൽ എത്രത്തോളം ബോധമുണ്ട് എന്നുള്ളത്. ബോധം പണ്ടേ ഇല്ല, എന്നാലും നമുക്കൊന്ന് കാണാം. ನೀವು ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. പൈസ കൊടുത്തിട്ട് ഓട്ടോ വിളിക്കുന്നു. ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശം വിലസുണ്ടാവണം. എനിക്ക് മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങൾ ചെയ്തോളൂ. എന്റെ മൊബൈലിൽ നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ആ വ്യക്തിയുടെ മുഖമുണ്ടോ? എവിടെ ആ വിഷ്വൽ? എവിടെ? എന്താണ് കാണിച്ചത്? നിങ്ങൾ കാണിച്ച വിഷ്വൽ? അമ്മ ആദ്യം പറഞ്ഞു പണം തന്നിരുന്നു, 1 മാസത്തെ മരുന്നിന് ആവശ്യം 5000 രൂപ. അമ്മ പറഞ്ഞു. ആര് കൊടുത്തു എന്ന് പറഞ്ഞത്? വന്ന സ്ത്രീ ആരാണ്? കോൺഗ്രസിന്റെ വിനേഷ് സർഗ വിട്ട ആളാണോ? ആരാണ് വിട്ടത്? എന്താ മാധ്യമ BJP-യുടെ കാറിന്റെ തൊട്ട് പിറകിലാണ് വിനേഷ് സർഗയുടെ കാർ യാത്ര ചെയ്യുന്നത്. ഈ സ്ത്രീ ആരാണ്? ഇല്ലല്ലോ, ഞാനും പ്രമേള. ആ സ്ത്രീ എന്തുകൊണ്ടാണ് കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവർ വന്നത്? അങ്ങനെ സ്ത്രീ ഇല്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കോൺഗ്രസും എന്റെ കാറിൽ ആ സ്ത്രീ കയറുന്ന വിഷയം കയ്യിലുണ്ടോ? നിങ്ങളുടെ കൂടെ 5-6 കാറുകളുണ്ട്. ഇതില് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് അല്ലെ. അതായത് ആ ഒരു സ്ത്രീ, അതായത് തലയിൽ മുല്ലപ്പൂ ചൂടിയ വെളുത്ത ചുരിദാർ ഉടുത്ത ആ ഒരു സ്ത്രീ ബാഗിനുള്ളിൽ കൈയിടുന്നു. ആ കൈ എടുത്തിട്ട് നേരെ ആ ചേച്ചീന്റെ കയ്യിൽ കൊടുക്കുന്നു അല്ലേ. നമ്മളത് അത്യാവശ്യം ബോധമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ
നമ്മുടെ തലയിൽ തലച്ചോറില്ലാത്ത കളിമണ്ണ് മാത്രമുള്ള നമ്മുടെ BJP-ക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മളത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര വീഡിയോ കാണിച്ചിട്ടും കാര്യമില്ല, എത്ര ഫോട്ടോ കാണിച്ചിട്ടും കാര്യമില്ല. കാരണം അവരത് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അങ്ങനെ ഒരു സ്ത്രീനെ അറിയില്ല എന്നുള്ളത്. നമ്മുടെ ശോഭേച്ചി ഉണ്ടല്ലോ, സംഭവം കൈയോടെ പൊക്കി. അവർക്ക് ഒരു കാര്യം പറയായിരുന്നു. അതായത് ഈ ചേച്ചി നമ്മളെ കണ്ടപ്പോൾ കുറച്ച് കാശുണ്ടോ എന്ന് ചോദിച്ചു, മരുന്ന് വാങ്ങിക്കാൻ കാശുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കയ്യിലിരിക്കുന്ന കുറച്ച് കാശ് ഞങ്ങൾ കൊടുത്ത് സഹായിച്ചു എന്നൊരു വാക്ക് പറയായിരുന്നു. പക്ഷെ അത് പറയുന്നതിന് പകരം അവർ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ആ കുട്ടീനെ അറിയില്ല, ഞങ്ങൾ അങ്ങനെ ഒരു കാശ് കൊടുത്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു കാര്യം, അതായത് അവർ കാശ് കൊടുത്തു സഹായിച്ചു എന്ന് പറയാനുള്ള ബോധം ഉണ്ടല്ലോ, അത്രയ്ക്കുള്ള ബോധം അവരുടെ തലയിൽ ഉണ്ടാവില്ല. കാരണം ചാണകവും കളിമണ്ണും മാത്രമാണല്ലോ അവരുടെ തലയിൽ. അതുകൊണ്ടാണല്ലോ അവർ BJP-ക്കാരായത്. അപ്പൊ നമുക്ക് കൂടുതലൊന്നും അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്ന നമ്മുടെ ശോഭേച്ചിന്റെയും BJP പ്രതിനിധിന്റെയും ഒക്കെ കുറച്ച് കാര്യങ്ങൾ മീഡിയക്ക് ബൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഈ സാരി ദൃശ്യം കാണിക്കുക. ഒരു സാരിയും പിടിച്ചൊരു ഫോട്ടോ എടുത്താൽ ഇത് സാരി വിതരണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, പൈസ BJP-യോ BJP-യുടെ പ്രതിനിധിയോ അവർക്ക് പൈസ കൊടുത്തു എന്നുള്ള ദൃശ്യം നിങ്ങൾ ഈ നിമിഷം കാണിക്കാൻ തയ്യാറാണോ? മീഡിയ റിപ്പോർട്ടർ, ഒരു മിനിറ്റ്. ശരി, നിങ്ങൾ പൈസ കൊടുക്കുന്ന ദൃശ്യം, അവരുടെ പൈസ ശരി, രണ്ട് കാര്യം നിങ്ങൾ ചോദിക്കണം. മറുപടി പറയാം. ഒരു മിനിറ്റ്, ഇതിനകത്ത് രണ്ട് കാര്യം ചേച്ചി സമ്മതിച്ചില്ല. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിൽ എത്രത്തോളം കടകവിരുദ്ധതകളുണ്ട്. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു സ്ത്രീ എന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് പറഞ്ഞു, അതൊരു നിഴലാണെന്ന്. മുല്ലപ്പൂ വെച്ച നിഴലോ? അതൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. മൂന്നാമത്തേത്, ആ സ്ത്രീ വാഹനത്തിലിരിക്കുന്നതിന്റെ ഫോട്ടോകൾ അടക്കം പുറത്തു വന്നു. ഞാൻ പറയട്ടെ, പറയൂ. എൻ്റെ ഒപ്പം അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്നല്ല അവർ പറഞ്ഞു. കാരണം ആ പത്രസമ്മേളനത്തിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിനകത്ത് ആദ്യം കണ്ട വിഷ്വലിൽ കാണിച്ച സമയത്ത് അതിനകത്ത് ചോദിച്ചത് നിങ്ങളോടൊപ്പം ആ സ്ത്രീ യാത്ര ചെയ്യുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ഏത് സ്ത്രീയാണ് അത് എൻ്റെ നിഴലാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്നല്ല പറഞ്ഞത്. അവിടെ ഒരു സ്ത്രീ ഇവരെ കാണാനായി പോയതിൻ്റെ ദൃശ്യങ്ങൾ ചാനലുകളിൽ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന സമയത്ത് ഇവർ നോട്ട് കെട്ട് കൈമാറുന്നതിൻ്റെ ദൃശ്യം എവിടെയാണുള്ളത്? ആദ്യം ഒരു ദൃശ്യം ആ അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന ദൃശ്യം കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം വരുന്നത്, ഒരു മിനിറ്റ് ഞാനൊന്ന് കൈ തുറന്ന് കാണിക്കുന്നുണ്ട്. നോക്കൂ, പെൻഷൻ കിട്ടിയ പൈസയാണെന്ന് പറയുന്നത് ഒരു വയോധികയെ അവിശ്വാസത്തിൽ എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഞാൻ അവരെ ഈ ചിത്രത്തിലെ വെക്കുന്നില്ല. പെൻഷൻ കിട്ടിയ പൈസ 4 മടക്കി സാമാന്യ ബുദ്ധിയാണ്. പ്രശാന്ത്, ഒരൊറ്റ നിമിഷം ഞാനൊന്ന് ചോദിച്ചു തീർക്കട്ടെ. അതൊന്നാമത്തേത്, ഇത് പെൻഷൻ കിട്ടിയ 4000 രൂപ കൈ മടക്കി വെച്ചുകൊണ്ടല്ല ആരും അല്ല. ഈ പ്രശാന്ത് ശിവനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഈ BJP പ്രവർത്തകര് ഈ പൈസ കൊടുക്കുന്നത് കാണിക്കൂ, അത് കൊടുത്തതായിട്ട് നിങ്ങളിൽ ദൃശ്യങ്ങളുണ്ടോ, ഫോട്ടോസ് ഉണ്ടോ, വീഡിയോസ് ഉണ്ടോ? കാണിച്ചു കൊടുത്തിട്ടും നിങ്ങൾ വീണ്ടും കാണിക്കൂ എന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ, അതായത് ഇവിടെ കളിമണ്ണും ചാണകവും മാത്രമുള്ള ആളെടുത്ത് നമ്മൾ കൂടുതൽ പറഞ്ഞു നിൽക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഏതെങ്കിലും ഈ ബാക്കിലിരിക്കുന്ന ടെഡി ബെയർ ഉണ്ടല്ലോ, ഈ ടെഡി ബെയറിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും മനസ്സിലാകും. ഈ കളിമണ്ണും ഈ ചാണകവും മാത്രമുള്ള ആൾക്കാർക്ക് ഒന്നും മനസ്സിലായി എന്ന് വരില്ല. എന്നിട്ടും ഇത് ഡിഫെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് കമൻറ്റുകളും ഞാൻ കണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് ഈ റിപ്പോർട്ടർ ചാനലിനെയും പിന്നെ ഈ UDF പ്രവർത്തകരെയും ചീത്ത വിളിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ UDF-കാരനാണ് ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ശോഭേച്ചിക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇങ്ങനെ ചെയ്ത് ജയിക്കണമെങ്കിൽ അവർക്ക് ആദ്യമേ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഏറ്റവും അവസാന ഒരു ചാൻസ് ആണ് ഈ ഇലക്ഷനിലെങ്കിലും ജയിക്കുക എന്നുള്ളത്. അതപ്പോൾ അവരെങ്ങനെ ഏത് രീതിയിലും അവർക്ക് ജയിക്കാം. അതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഈ സൈലന്റ് ഇലക്ഷൻ സമയത്ത് അവർ ഓരോ വീട്ടിൽ പോയിട്ട് ഓരോ വയോധികർക്ക് ഇതുപോലെ പൈസ കൊടുക്കുന്നു, എന്നിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വോട്ട് വാങ്ങിക്കുന്നു. ഇതൊരു ക്രൈം തന്നെയാണ് അല്ലെ? എന്നിട്ട് ഈ ശോഭാ സുരേന്ദ്രൻ പറയണത് കേൾക്കണം, ഈ UDF പ്രവർത്തകരുടെ സ്ത്രീയാണ്, അവരെ ചോദ്യം ചെയ്യണം എന്നൊക്കെ. ഈ നാണോ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർക്ക് ഒരു നാണവും ഇല്ല, ഒരു ഉളുപ്പുമില്ല, ഇങ്ങനെ പച്ചയ്ക്ക് കള്ളം പറയാം. അത് ഇവരെ കൊണ്ടേ സാധിക്കുള്ളൂ. ഇനി ഈ വൈറ്റ് ചുരിദാറിട്ട് മുല്ലപ്പൂ ഒക്കെ ചൂടിയ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി ആരാന്ന് പോലും അറിയില്ല, എൻ്റെ കാറിൽ കയറിയിട്ടില്ല, ആ കുട്ടി ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ കാറിൽ കയറുന്നത് കണ്ടിട്ടുണ്ടോ, അതുപോലെ ആരാന്ന് പോലും എനിക്കറിയില്ല എന്നാണ് നമ്മുടെ ശോഭേച്ചി പറഞ്ഞത്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടേക്കാം അല്ലെ. അവരാരാന്നറിയില്ല, പക്ഷെ ശോഭേച്ചി എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഈ ചേച്ചി ഉണ്ടാവാറുണ്ട്. ഈ ചേച്ചിയുടെ കൂടെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചി വലിയ ഒരു BJP പ്രവർത്തകയാണ്. പക്ഷെ ഈ പുള്ളിക്കാരിനെ നമ്മുടെ ശോഭേച്ചിക്ക് അറിയില്ല കേട്ടോ.
നമുക്ക് എന്തായാലും ആ ഒരു ഇതിലും കൂടി ഒന്ന് വീഡിയോയും കൂടി ഒന്ന് കണ്ടേക്കാം. ഓക്കെ. പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി പഞ്ചായത്ത് ഇവിടെ തരുവാക്കുറിശി എന്നൊരു പ്രദേശത്ത് 15 ദിവസം മുമ്പ് ഒരാൾ മരിച്ചിരുന്നു. അവരുടെ വീട്ടിലേക്കാണ് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആദ്യം എത്തിയത്. ഒപ്പം മുൻ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ, അതോടൊപ്പം തന്നെ ഒരു വെളുത്ത ചുരിദാറിട്ട സ്ത്രീ. ഇതായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ കണ്ടെത്തിയത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം തൊട്ടടുത്തുള്ള ദേവു എന്ന വയോധികയുടെ വീട്ടിലേക്ക് ഈ 3 പേരും പോകുന്നു. അതിനുശേഷം ശോഭാ സുരേന്ദ്രനും പ്രമീള ശശിധരനും അവിടെ നിന്ന് മടങ്ങുന്നു. മടങ്ങിയ ഉടൻ തന്നെ ഈ വെളുത്ത ചുരിദാറിട്ട സ്ത്രീ ഈ ദേവു എന്ന വയോധികയ്ക്ക് കയ്യിൽ എന്തോ വെച്ചു കൊടുക്കുന്നു. ഈ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പകർത്തിയത്. ഈ ദേവു എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് ഉടൻ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നു. ദേവുവിനോട് സംസാരിക്കുന്നു. അവരുടെ കയ്യിൽ നോട്ടുകെട്ടുകൾ 5000 രൂപ ഉണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതിനുശേഷം ഈ പണം നൽകിയ സ്ത്രീ നേരെ കയറുന്നത് ശോഭാ സുരേന്ദ്രന്റെ കാറിലേക്കാണ്. ശോഭാ സുരേന്ദ്രന്റെ കാറിൽ കയറി കുറച്ച് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകർ ഇവിടുന്ന് പോകുന്നു. പിന്നെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ സഞ്ചരിച്ച കാർ ശോഭാ സുരേന്ദ്രൻ പെട്ടെന്ന് വന്ന് തടയുന്നു. ഇവരോട് ഒരു തരം വാക്കേറ്റം എന്ന തരത്തിലേക്ക് തന്നെ പറയാം. അങ്ങനെ സംഭവങ്ങൾ നീങ്ങുന്നു. എന്തിനാണ് ദൃശ്യങ്ങൾ എടുക്കുന്നത്, അത് ഡിലീറ്റ് ചെയ്യണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. മുൻവശത്ത് തന്നെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം ഈ യുവതിയും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന കുറേ ദൃശ്യങ്ങൾ വന്നതോടുകൂടി BJPക്ക് തീർത്തും ഉത്തരമുട്ടി, തീർത്തും പ്രതിരോധത്തിലായ ഒരു അവസ്ഥയാണ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടായത് എന്ന കാര്യം വ്യക്തമാണ്. ഇത് ശോഭാ സുരേന്ദ്രൻ വളരെ മോശമായി സംസാരിച്ചു. ഈ സ്ത്രീ ആകട്ടെ, ഈ പണം നൽകിയ സ്ത്രീ ആകട്ടെ, ഈ ജില്ലക്കാരിയല്ല. ഈ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ജില്ല വിട്ട് നേതാക്കൾ പോകാത്ത തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്നു. കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ജില്ലാ കളക്ടർ ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ ദേവു എന്ന സ്ത്രീ പൂർണ്ണമായും തനിക്ക് പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ പോലീസിലേക്ക് വിട്ടിട്ടുണ്ട്. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും, ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും എന്നാണ്. ഇതിനകത്തും എനിക്ക് തോന്നുന്നത് ഈ ശോഭാ സുരേന്ദ്രൻ പെട്ട് കൈയോടെ പൊക്കി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് ഈ ഒരു വയോധിക എന്താ പറയാ കാശ് ചോദിച്ചു. അതായത് മരുന്ന് വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല മോളെ, എനിക്കൊരു കാശ് തരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാശ് കൊടുത്ത് സഹായിച്ചു, ആൻഡ് എൻ്റെ കൂടെ നിന്ന് ഈ ചേച്ചിയാണ് കാശ് കൊടുത്തത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഈ കാശ് കൊടുത്ത സ്ത്രീ എനിക്കറിയാം, അവരെൻ്റെ കാറിൽ കയറി അവര് സഹായിച്ചു, അതിനെന്താ ഒരു പ്രശ്നം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, അതായത് സത്യസന്ധമായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഈ സത്യസന്ധമായിട്ട് ചോദിക്കാന്ന് വെച്ചാൽ ഷീ ഷുഡ് ബി ട്രൂത്ത്ഫുൾ അല്ലേ? പക്ഷേ ഈ BJPക്കാർ എന്ന് പറഞ്ഞാൽ പച്ച നുണയന്മാരാണ്. അപ്പൊ അവർക്ക് ഈ സത്യങ്ങളൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മോദിജീനെ തന്നെ അറിയാലോ, സ്വന്തമായിട്ടൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ അത് കള്ളത്തര വഴി ഉണ്ടാക്കിയ ഒരു ആണല്ലോ. അപ്പൊ അവരൊക്കെ കണ്ടിട്ടായിരിക്കല്ലോ ഈ നേതാക്കന്മാരും അല്ലേ എങ്ങനെ എന്തായാലും സത്യം പറയാലോ, ഈ BJPക്കാര് സംഭവം പണ്ട് മുതലേ കോമാളികളാണ്. അവര് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടും വളരെ നല്ല രീതിയിലും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കള്ളത്തരം പറഞ്ഞിട്ടും ഹേറ്റ്രഡ് ഉണ്ടാക്കിയിട്ടും മറ്റു സമൂഹത്തെ അവർ ആക്രമിച്ചിട്ടും ഇതുകൊണ്ടൊക്കെയാണ് ഈ കേരളത്തിൽ അവർക്കൊരു വില പോലും ഇല്ലാത്തത്. ഒരുപാട് ജനങ്ങൾ ഇവരുടെ ഒരു ഫേസ് കണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഇവര് ഇങ്ങനൊന്നല്ല, ഇവര് വന്നാലേ കാര്യങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നോർത്ത് പോലെയാണ് കേരളം ആകേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു തീവണ്ടിയോ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റോ അല്ലെങ്കിൽ ഒരു ബസ്സോ വിട്ടിട്ട് ഒന്ന് നോർത്ത് പോവുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അവിടുത്തെ വിദ്യാഭ്യാസം, അവിടുത്തെ ഹോസ്പിറ്റൽ, അവിടുത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ ലൈഫ് മിഷൻ വഴി നമ്മുടെ സർക്കാർ കൊടുത്ത വീടുകളെ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് പ്രധാനമന്ത്രിന്റെ ഫണ്ട് വഴി കൊടുത്ത വീടുകളൊന്ന് നോർത്തിൽ കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 2 കമ്പി, അതിന്റെ മുകളിലൊരു ഷീറ്റ്, പക്ഷെ അവിടെ കളർ ഫോട്ടോ ഉള്ള നമ്മുടെ പ്രധാനമന്ത്രിന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. സോ അത്രത്തോളം പരിതാപകരമാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ അതേ മോഡലാണ് ഇവിടെ കൊണ്ടുവരേണ്ടതെന്ന് പറയുകയാണെങ്കിൽ സോ സോറി ടു സേ ദാറ്റ് എന്തായാലും ആ BJP ഭരണമൊന്നും ഇവിടെ നടക്കില്ല. ഓക്കെ, എന്തായാലും നമുക്കിനി മെയ് 4 കാണാം. മെയ് 4 നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വരുന്നത്. നമുക്ക് നോക്കാം UDF ആണോ LDF ആണോ, ഇനി എത്ര സീറ്റ് BJPക്കാർക്ക് കിട്ടും എന്നുള്ളത്. ഞാനൊക്കെ എത്ര പറയുകയാണെങ്കിലും, അതായത് നമ്മുടെ എന്താ പറയുക BJP ജയിക്കില്ല എന്നൊക്കെ എത്ര പറയുകയാണെങ്കിലും ഒരുപാട് മണ്ഡലത്തിൽ BJP നല്ല വൃത്തിക്ക് ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സീറ്റ് പോലും BJPക്ക് കൊടുക്കരുതെന്നാണ്. കാരണം അറിയാലോ, ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ എത്രത്തോളം വർഗീയത നമ്മുടെ ഈ കേരളത്തിൽ കൊണ്ടുവരും എന്നുള്ളത്. എന്തായാലും ഇത്രയും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ആൻഡ് നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണെങ്കിലും, ഞാൻ ഈ പറയണതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും യോജിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല നിങ്ങൾക്ക് ബാക്കിയുള്ള പാർട്ടീനെ കുറിച്ചും കൂടി പറഞ്ഞുകൂടി എന്ന് പറയാൻ നിങ്ങൾക്ക്
അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പം താങ്ക് യു.